നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വാർദ്ധക്യം ശോഭനമാക്കുന്നതെങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കതിനെ ഗ്രേസ്ഫുൾ ഏജിങ് എന്നും പറയാം. വാർദ്ധക്യവും അതിനോട് ചേർന്നുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘട്ടമാണ്. എന്നാൽ അതിനെ ശോഭനമാക്കി എങ്ങനെ നമുക്ക് മാറ്റാം എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. മനസ്സിൻ്റെ നിലപാടുകൾ മാറ്റിയും ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തിയും വൃദ്ധാവസ്ഥയെ സന്തോഷകരമാക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കണം? വയസ്സിൻ്റെ ദൈർഘ്യമെന്നും ഗുണമേന്മയുള്ള വൃദ്ധാവസ്ഥയെ അവസാനഘട്ടം എന്നും അല്ല, വിശ്രാന്തിയുടെയും ആത്മപരിശുദ്ധിയുടെയും അവസരം എന്നാണ് നാം കാണേണ്ടത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് വാർദ്ധക്യഭാരം ഇല്ല. അത് മറിച്ച് ഒരു അനുഭവ സമൃദ്ധിയാകും എന്നതാണ് സത്യം. നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, നമ്മുടെ ശാരീരിക ആരോഗ്യം സൂക്ഷിക്കുകയും അങ്ങനെ ശരീരത്തെ സ്നേഹിക്കുകയും ചെയ്യണം. നിത്യേന വ്യായാമം ചെയ്യുക, നടത്തം, യോഗ എന്നിവ ശരീരത്തിനും മനസ്സിനും ഉത്തമമാണെന്ന് മനസ്സിലാക്കുകയും വേണം. ആരോഗ്യകരമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞ ഉപ്പും പഞ്ചസാരയും ഫൈബർ സമൃദ്ധമായ ആഹാരവും കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ പരിശോധന നടത്തണം എന്നത് ഒരു പരമപ്രധാനമായ കാര്യമാണ്. ഇടയ്ക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുകയും വേണം. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക. ഒറ്റപ്പെടലിന് വഴിയൊരുക്കാതെ കുടുംബബന്ധം ശക്തമാക്കുക. മക്കളെയും മരുമക്കളെയും സ്വതന്ത്രമായി സ്നേഹിക്കുകയും അവരെ വേണ്ടാത്ത രീതിയിൽ വിലയിരുത്താതിരിക്കുകയും ചെയ്യുക. സുഹൃത്ത് ബന്ധം വളർത്തുക. വായനാ ക്ലബ്ബ്, സീനിയർ സിറ്റിസൺ ഗ്രൂപ്പുകൾ എന്നിവയിൽ ചേരുക. സോഷ്യൽ മീഡിയയും വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വീഡിയോകൾ കാണൽ, ഫോൺ വിളികൾ എന്നിവയിലൂടെ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. താത്വികതയും ആത്മാവബോധവും ആത്മപരിശോധനയ്ക്കുള്ള സമയമായി കാണുക. ജീവിതത്തിൻ്റെ യാത്രയെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ആധ്യാത്മികത നിലനിർത്തുക. ഭക്തി, ജപം, ധ്യാനം എന്നിവ മനസ്സിന് സമാധാനം നൽകും. ഓർമ്മകൾ, അനുഭവങ്ങൾ, ലേഖനങ്ങൾ, കവിതകൾ തുടങ്ങി എന്തെങ്കിലുമൊക്കെ സ്വയം എഴുതി സന്തോഷം കണ്ടെത്തുക. അഭിരുചികളും ആസ്വാദനങ്ങളും കൂടെ കൂട്ടുക. പുതിയതായോ പഴയതുള്ളതോ ആയിട്ടുള്ള ഹോബികൾ തുടങ്ങുക. പെയിൻറ്റിങ്, പൂക്കൾ വളർത്തൽ, പാചകം എന്നിവ ചെയ്യുക. ക്ലബ്ബുകളിൽ ചേർന്ന് ചെറിയ സഞ്ചാരങ്ങൾ ചെയ്യുക. പ്രകൃതിയെ ആസ്വദിക്കുക. 18കാരൻ്റെ മനസ്സാണ് എനിക്ക്, അങ്ങനെയെങ്കിൽ 80ൻ്റെ പ്രായം തോന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് വാർദ്ധക്യത്തെയും ശോഭനമാക്കുന്നത്. വാർദ്ധക്യം കാലത്തിൻ്റെ തോന്നലാണ്. അതിൻ്റെ ഭാരം നമ്മെ തളർത്താമെങ്കിലും മനസ്സിൻ്റെ വിളർച്ചയാണ് ഏറ്റവും അപകടം. ജീവിതത്തിൽ ഒട്ടേറെ കണ്ടും കേട്ടുമുള്ള അനുഭവങ്ങൾ കരിനിഴലില്ലാതെ നമ്മുടെ വെളിച്ചമായി തീരട്ടെ എന്നാഗ്രഹിക്കുക. ഇന്നത്തെ തലമുറയിൽ സോഷ്യൽ മീഡിയയെ ആധുനിക ഉപകരണമായി ഉപയോഗിച്ച് സന്തോഷകരമായി ജീവിതം നയിക്കുന്ന വൃദ്ധരായവർ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. പ്രായം ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെ സിമ്പലല്ല, ആക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ആത്മസന്തോഷവുമാണ് ഇന്ന് അവരിൽ കാണുന്നത്. വാർദ്ധക്യകാലത്ത് സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ വഴികൾ എന്തെല്ലാം എന്ന് നമുക്ക് ചിന്തിക്കാം. നല്ല ബന്ധങ്ങളുമായി സൗഹൃദം നിലനിർത്തുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവ വഴി കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും അടുത്തവരായി നമുക്ക് മാറാം. ഹൃദയസ്പർശിയായ സന്ദേശങ്ങൾ അയയ്ക്കുക. ഒപ്പം അവരുടെ ചിത്രങ്ങളും കാണുക. അങ്ങനെ ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താം. വീഡിയോ കോൾ ഉപയോഗിച്ച് എത്ര ദൂരത്താണെങ്കിലും കൊച്ചുമക്കളോട് സംസാരിക്കുകയും അവർക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെയധികം ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. തങ്ങളുടേതായ ശബ്ദം സമൂഹത്തിൽ പങ്കുവെക്കുക. ഫേസ്ബുക്ക് പോസ്റ്റ്, യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഇവയിലൂടെയൊക്കെ അനുഭവങ്ങളും അറിവുകളും നമുക്ക് പങ്കുവെക്കാം. പഴയകാല കഥകൾ, പാചകവിദ്യകൾ, പാരമ്പര്യ ചിന്തകളൊക്കെ പങ്കുവെക്കാം. ഇതിന് യുവതലമുറയുടെ വലിയ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. പല വൃദ്ധരും ഇന്ന് കണ്ടൻറ് റൈറ്റേഴ്സായിട്ട് മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രായമായ ഒരു വീട്ടമ്മ യൂട്യൂബിൽ ഒരുപാട് പേരെ പച്ചക്കറി കൃഷി പഠിപ്പിക്കുന്നു. നുറുങ്ങു വിദ്യകളും പൊടിക്കൈകളും പങ്കുവെച്ചവർ ഇന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ചാനലിന് ഉടമ കൂടിയായി മാറി. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ എല്ലാം പഠിക്കുക, സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുക, സംശയങ്ങൾ കുട്ടികളോടോ ചെറുപ്പക്കാരോടോ ചോദിക്കുക. അവർ സന്തോഷത്തോടെ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതെനിക്കറിയില്ല എന്നത് മാറ്റി അതെനിക്ക് അറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക.
മനസ്സിന് ചെറുതായ മാനസിക ഭക്ഷണം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. യൂട്യൂബിൽ സംഗീതം കേൾക്കുക, പഴയ സിനിമകൾ കാണുക, ഓൺലൈൻ ശീർഷക സൂച ക്വിസുകൾ കളിക്കുക, സുഡുക്കു, വേർഡ് പവർ, ചെസ്സ്, കാർഡ് തുടങ്ങിയ നല്ല ഗെയിംസ് യൂട്യൂബിലുള്ളത് പ്രയോജനപ്പെടുത്തുക. പോസിറ്റീവ് കോട്ട്സും ഭഗവത്ഗീതയും ബൈബിളും മോട്ടിവേഷണൽ വീഡിയോസും എല്ലാം മനസ്സിന് പോഷണമല്ലേ? ബർത്ത്ഡേ വിഷസ് അയയ്ക്കുക, പ്രെയർ മെസ്സേജസ്, മോർണിംഗ് ഗ്രീറ്റിംഗ്സ് എന്നിവ ഷെയർ ചെയ്യുക. ഇവയ്ക്ക് വളരെയധികം ഇമോഷണൽ വാല്യൂ ഉണ്ടെന്നും മനസ്സിലാക്കുക. നമ്മളെ മറന്നില്ല എന്ന് ഓർക്കുന്നത് നമുക്ക് നല്ലതല്ലേ? പഴയകാല ജീവിത കഥകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, പാചക പാഠങ്ങൾ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വായനാ അനുഭവങ്ങൾ തുടങ്ങിയവയെ പ്രയോജനപ്പെടുത്തുക. എന്താ ഇതൊക്കെ പോരെ നമുക്ക് സന്തോഷമായി നമ്മുടെ വാർദ്ധക്യകാല സമയം ചിലവഴിക്കാൻ? വാർദ്ധക്യം ഒരു തണലാണ്, ശീതളതയും ജ്ഞാനവും നിറഞ്ഞ ഒരു വൃക്ഷം. അതിൻ്റെ തണലിൽ തന്നെ ഇരുത്തിയപ്പോൾ പൈതങ്ങളെപ്പോലെ നാം ആയി മാറുന്നു. സോഷ്യൽ മീഡിയ എന്നത് ഈ വൃക്ഷത്തിന് പുതിയ ശിഖരങ്ങൾ നൽകുകയാണ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളെയും ലോകത്തെയും തനിക്കൊപ്പം കൊണ്ടുപോകാനുള്ള യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ഈ വിഷയത്തിൽ ആധികാരികമായി പറയാൻ ഇന്ന് കഴിയുന്നുണ്ട്. കാരണം എൻ്റെ റിട്ടയർഡ് ജീവിതം ഞാൻ സന്തോഷമായി ചിലവാക്കാനും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും ഈ സോഷ്യൽ മീഡിയ വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ മാനസികോല്ലാസം ഞാൻ ഇപ്പോൾ അങ്ങേയറ്റം ആസ്വദിക്കുന്നുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.